ഇതാ ബാഗും തൂക്കി ഞങ്ങൾ സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കൺവീയുടെ ബാഗ് തൂക്കുന്ന പരിപാടി അത് എനിക്കാണ്. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി അശ്വിനിയും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 3 പേരും കുഞ്ഞൊരു ഡ്രൈവ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. കൺവീയുടെ സ്കൂളിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ വിട്ടു സ്കൂളിലേക്ക്. രാവിലെ തന്നെ നല്ലൊരു മഴയുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങുമ്പോൾ കണ്ണിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. എന്നാലും ബായ് പറഞ്ഞിട്ട് അവൾ അങ്ങ് സ്കൂളിലേക്ക് പോയിട്ടോ. നമ്മൾ 9:50 എത്തിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഇരുന്ന് കത്തിയടിക്കലാണ് പണി ഇവരുടെ സ്കൂളിലേക്ക് വിട്ടിട്ട്. നമ്മളൊരു 11 മണി അവിടെ ഇരുന്നിട്ട് സംസാരിക്കും. എന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ അശ്വിനെയും പിടിച്ച് താഴെ ഇറക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ വരുന്ന പാരൻസിനൊക്കെ സംസാരിക്കാൻ. അങ്ങനെ അശ്വിനും കുറച്ച് ചേട്ടന്മാരെയൊക്കെ ഞാൻ ഫ്രണ്ട്സ് ആക്കി കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 10:45 മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നിട്ട് മില്ലിൽ പൊടിക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. കണ്ടോ, ഈ ചേട്ടൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ചേട്ടൻ നടത്തുന്ന മില്ലാണ് കേട്ടോ. അരിയൊക്കെ അവിടെ വെച്ചിട്ട് വന്നു. അങ്ങനെ നമുക്ക് നല്ല വിശപ്പ് വന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു ഇഡ്ഡലി ഡേറ്റിന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പണ്ട് മുതൽ തന്നെ എന്നും ഇഡ്ഡലി കഴിക്കാൻ പോകുന്നൊരു ഷോപ്പായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി കൺമണി ഇല്ലാതെ ഒരു ഇഡ്ഡലി ഡേറ്റൊക്കെ നടത്തി. കോഫിയൊന്നും കുടിച്ചില്ല കേട്ടോ. ഇഡ്ഡലിയും വടയും മാത്രം. ഇവിടുത്തെ ഇഡ്ഡലിക്കും വടയ്ക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക്. ഇനി വീട്ടിൽ പോയി കുറച്ചൊക്കെ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ വീണ്ടും കൂട്ടാൻ പോകാനായി. അപ്പം അത്രയേ ഉള്ളൂ.